Good afternoon. Good afternoon, ma'am. Afternoon. Okay. Good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും വായിച്ചു കാണും അല്ലേ? രജിസ്ട്രേഷന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ആണ് എടുത്തു തുടങ്ങിയത് അല്ലേ? വായിച്ചു നോക്കിയായിരുന്നോ? എവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് 8th പോയിന്റ് വരെയാണ്. ഓക്കെ. നമ്മൾ അവാർഡ് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് കണ്ടു അല്ലേ? നമുക്ക് അറിയാം കുറച്ച് അല്ലേ? ഓക്കെ. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് എല്ലാ നയങ്ങളും എല്ലാം രൂപീകരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ചിലപ്പോഴൊക്കെ നല്ല അല്ലെ നല്ല ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ എല്ലാവരും തിരിഞ്ഞെന്ന് വരും. പേഷ്യൻസ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അല്ലെ അത് എല്ലായിടത്തും അത് ഇൻ കേസ് ആ ഒരു പ്രദേശത്ത് തന്നെ നല്ല അംഗീകാരമുള്ള ചില ഇതുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫോളോവേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ല നല്ല ഇംപ്ലിമെന്റേഷൻ ഒക്കെ നടപ്പാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും അവാർഡുകളൊക്കെ കിട്ടാനൊക്കെ ആയിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ടെന്നത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ടു ഫങ്ഷൻ ആസ് എ അഡ്വൈസറി കൺസൾട്ടേറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. Consultative body in the best interest of a community and a country, to central and state governments, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization that needs or emerges or services are demanded. അതായത് ഇത്രയും ഇതുകൾ അല്ലെ കോമേറ്റ് പറയാണ് എന്താണ് ബോഡീസിനെ നമുക്കറിയാം. ഗവൺമെന്റ് ബോഡീസിനെ കുറിച്ച് പറഞ്ഞ അതേമാതിരി തന്നെ പബ്ലിക് ഹെൽത്ത് അല്ലെ നമ്മുടെ ഡെവലപ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അല്ലെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അത് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും അല്ലെ? ചിലപ്പോഴൊക്കെ നമ്മള് ഞാൻ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചില അല്ലെ ആ ഒരു ഫോളോ ചെയ്ത് ഒരു കോവിഡിന്റെ ടൈമില് ചില ഹോസ്പിറ്റലുകാര് പുറപ്പെടുവിച്ച കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് എത്രത്തോളം നല്ലതായിരുന്നു എങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആവശ്യപ്പെടാം. ചിലപ്പോൾ ഒരു ഗവൺമെന്റിന്റെ അഡ്വൈസറി ബോഡി എന്ന നിലയിലേക്ക് ചില കാര്യങ്ങളൊക്കെ അല്ലെ അത് ഈ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ചില മാറ്റേഴ്സ് ഒക്കെ അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ നല്ലതാണ് എങ്കിൽ അല്ലെ നല്ല ഒരു കാര്യങ്ങളാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരാണ് തീരുമാനങ്ങളും നയരൂപീകരണമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എന്താണ് എല്ലാവർക്കും ഇത്തരത്തില് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ബോഡീസിനൊക്കെ അത് ഫേവറബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവരൊരു അഡ്വൈസറി ബോഡി ആയിട്ടൊക്കെ ഹോസ്പിറ്റലിനെ ക്ഷണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. The next point is to help to prepare SOPs, manual literature and books on the healthcare management, quality and accreditation, healthcare technology, healthcare industry related subjects, textbooks for health management courses for benefit of the students, faculty, hospital and healthcare organizations and academic institutions. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഇത്തരത്തിലുള്ള അല്ലെ ഇത് ആക്കമായിട്ട് ഓരോന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ടെക്സ്റ്റ് ബുക്ക്, എന്താണ് റിസർച്ച്, അല്ലെങ്കിൽ എന്താണ് സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇൻഡസ്ട്രിക്ക് അല്ലെ എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പൊ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കുറച്ച്
ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ആണ് ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത്. ചിലപ്പോ എന്താണ് അവിടെ അല്ലെ ആ ഒരു സ്ഥാപനത്തില് കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് ഇതുകളൊക്കെ കൊണ്ടുവന്നു. അവിടെ അത് ഹോസ്പിറ്റൽ നഴ്സുമാരിൽ അല്ലെങ്കിൽ പേഷ്യൻസിലൊക്കെ അപ്ലൈ ചെയ്തു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബെറ്റർ ആയിരുന്നു. അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോൾ ആ സ്റ്റഡി ചിലപ്പോ ഫോളോ ചെയ്യാനായിട്ട് ചിലപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വരില്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയും അല്ലെ ഇത് ഉപയോഗിക്കാം. അതിലെ SOPS എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? SOPS എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. ഏതെങ്കിലും രീതിയിൽ ഒരു അബ്രിവേഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായാൽ SOPS എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, നോട്ട് ചെയ്തോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അല്ലെ നമ്മള് ഓക്കെ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്തോളൂ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പൊ അവിടെ എന്താണ് കൃത്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള അല്ലെ ഇവരുടെ മാനുവലൊക്കെ ചിലപ്പോ എല്ലാവർക്കും തന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവര് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വീണ്ടും നോക്കാം. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facility. അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ ഒരു അംഗീകാരം കിട്ടാനായിട്ട് ചിലപ്പോ ഇവരുടെ മാനേജ്മെന്റ് നിർവർത്തി ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ അതൊക്കെ കൈകാര്യം ചെയ്യാനാണെങ്കിൽ അംഗീകാരം ഏജൻസിയിൽ നിന്നൊക്കെ അംഗീകാരം കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവും അല്ലെ. അതുമാതിരി തന്നെ അവരുടെ എന്താണ് ഹെൽത്ത് സിസ്റ്റത്തിന്റെ മാനേജ്മെന്റ് അത് നല്ലതായിട്ട് പോകുന്നുണ്ട്, അത് നല്ല ഫേവറബിൾ ആയിട്ട് ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോകുന്നതെങ്കിൽ അത് എന്താണ് അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് മറ്റു ഹോസ്പിറ്റലുകൾ അനുകരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അതേമാതിരി തന്നെ നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യും അല്ലെ. ടൂറിസം വരുമ്പോൾ ചില ആയുർവേദ ഹോസ്പിറ്റലൊക്കെ തെരഞ്ഞെടുക്കും. കാരണം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് അത് അവർക്ക് ഇൻട്രസ്റ്റബിൾ ആണ് അല്ലെ. അവിടുത്തെ ചിലപ്പോൾ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ നാച്ചുറാലിറ്റിയുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവരെ ആകർഷിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ആകർഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? അതേ കാര്യം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പാക്കിക്കൊണ്ടുവരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അത് ആ ഫീൽഡ് അംഗീകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അത് അംഗീകരിക്കും എന്നുള്ളത്. കേസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണം അല്ലെ. ചിലപ്പോ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മളറിയാം ചില ഹോസ്പിറ്റലുകാരെ പ്രിഫർ ചെയ്യും. അവര് ചെയ്ത മാതിരി ചെയ്യാനൊക്കെ ആയിട്ട് ആഹ്വാനം ചെയ്യും. കാരണം അവരുടെ ആ ഒരു ഫോളോ അപ്പ് നല്ലതായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ ഒരു പരിഗണന കൊടുത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും അംഗീകാരം കിട്ടുകയാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് അത് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അംഗീകാരമാണ് അല്ലെ. തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസ് ധാരാളം വരികയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അംഗീകാരം മേടിച്ചെടുക്കാനായിട്ട് പരമാവധി അവർ ശ്രമിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് പരമാവധി ശ്രമിക്കും എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഒരു ലക്ഷ്യം, അതുകൊണ്ടാണ് ഇങ്ങനെ ലക്ഷ്യം വെച്ച് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ ആണ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. അറിയാം ഇതേമാതിരി തന്നെ അല്ലെ. എന്തെങ്കിലും ഒരു ആരോഗ്യ പരിപാലന രംഗത്ത് എന്തെങ്കിലും പരിശീലനം വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെ. ചിലപ്പോ എന്താണ് ഏതെങ്കിലും ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ് അല്ലെ. നല്ലൊരു ഗുണമേന്മയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളാണ് നടക്കണമെങ്കിൽ അവിടെ ഒരു മത്സരത്തിന് യോഗ്യമായ വിധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അല്ലെ. നമ്മള് ചിലപ്പോ ചില കാര്യങ്ങളുണ്ടല്ലോ, എന്ത് കാര്യത്തിനും എന്താണ് ഒരു കോമ്പറ്റീഷൻ വെക്കും. കാരണം അത് ഏറ്റവും മികച്ചപ്പെട്ടതായിട്ട് ഓരോരുത്തരും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോമ്പറ്റീഷൻ വെക്കുന്നത് അല്ലെ.
ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് അല്ലെ, അത് തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് പരമാവധി എല്ലാവരും ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പോയിന്റ് പറയുന്നത് ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ, അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷൻ ബേസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു നല്ല നല്ല മാനദണ്ഡങ്ങൾ ഇറക്കുന്നവർക്ക് അല്ലെ, നല്ല നല്ല കാര്യങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. And we intend to release and make a facility to the individuals who have made an extraordinary and significant contribution in the field of health and hospital management in general and to the academy in particular. In case നമുക്കറിയാലോ ചില ഡോക്ടേഴ്സ് അവരെ എടുത്ത് പറയും, കാരണം അവരുടെ സേവനം അല്ലെ, ഇൻ കേസ് അതേമാതിരി തന്നെ ഏതെങ്കിലും ഇന്ത്യയില് ചില എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക നിയമങ്ങളും നിബന്ധനകളൊക്കെ കൊണ്ടുവന്ന് അത് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെ അവർക്കൊരു പ്രിഫറൻസ് കൊടുത്ത് കേസ് അതിന്റെ പുറകില് എന്താണ് ഹോസ്പിറ്റലിന്റെയും കൂടി ഒരു അംഗീകാരം കിട്ടുകയാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. എങ്കിൽ കൂടി എന്താണ് ഈ ഒരു ലക്ഷ്യങ്ങളൊക്കെ അല്ലെ ഈ ഒരു ഒബ്ജക്റ്റീവ്സിൽ അതും എടുത്തു പറയുകയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഏതെങ്കിലും വ്യക്തികൾക്കൊക്കെ അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് അല്ലെ അവർ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ സംഭാവനകളെ മാനിച്ച് എന്തെങ്കിലുമൊക്കെ അല്ലെ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള ലക്ഷ്യമാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മളൊരു 10-15 പോയിന്റ് ഒബ്ജക്റ്റീവ്സ് വായിച്ചു പോയി. ഇതിന് അത്രയും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അത് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാം. എന്താണ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസി നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് ഇവരാണ് മാനേജ്മെന്റിന്റെ കൂടെ നിന്ന്. ഇങ്ങനെ രൂപീകരിക്കുന്നത് പൊതുവെ നമുക്കറിയാം പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല പേര് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു അല്ലെ എല്ലാവരുടെ ഇടയിലും നല്ലൊരു പേര് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇതാ ഞാൻ പറഞ്ഞ പോയിന്റ് ഫുൾ പഠിക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, കാരണം അത്ര ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊന്നും വരാറില്ല. ഇതുവേ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഈ ലെസണിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുമായി ബേസ് ചെയ്തതാണ്. ആ ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെയൊക്കെയുള്ള റോളിൽ നിന്ന് അധികപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അത് നിങ്ങൾക്കാണെങ്കിൽ വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്, അല്ലാതെ ഈ ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസ് ഒന്നും ബൈഹാർട്ടായിട്ട് ഒന്നും പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. SOPs എന്തായാലും ഒന്ന് നോട്ട് ചെയ്തേരെ, ചിലപ്പോഴെങ്കിലും കാണാറുണ്ട് ഈ അബ്രിവേഷൻസ് ബേസ് ചെയ്ത് വരുന്നത് കൊണ്ട് അത് ജസ്റ്റ് ഓക്കെ. ചിലപ്പോഴൊക്കെ ചോദിക്കുന്നത് പ്രിൻസിപ്പിൾസിൽ പെടുന്നത് പെടാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെറുതൊക്കെ ശ്രദ്ധിക്കാറ്. പക്ഷെ ബേസിക്കലി എന്താണ് മെയിൻ എക്സാമിനൊക്കെ പൊതുവെ കണ്ടേക്കുന്നത് പ്രിൻസിപ്പിൾസിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻസിഡൻസ് റേറ്റ്, പ്രിവാലൻസ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നിന്നൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ഓക്കെ, വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. വേണോ? നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ദ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സൂചന എന്ന് പറയില്ലേ, സൂചനകൾ, ഇൻഡിക്കേറ്റർ. അതിന്റെ ഇൻഡിക്കേറ്റർ, വണ്ടിയുടെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൂചന കൂടെ അല്ലെ. ആ ഒരു സൂചനകൾ പ്രധാനമായിട്ടും എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് സൂചനകളാണ്. അതായത് അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ അളക്കുന്നതിന്റെ ഒരു സൂചനകളാണ് ഇവിടെ പറയുന്നത്. എന്താണ് നമുക്ക് അല്ലെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് എവിഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ചിലപ്പോ കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും ഡെത്ത് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഇന്ന അസുഖം ബാധിച്ച് എത്രത്തോളം പേര് മരിച്ചു അല്ലെ,
ഈ വർഷം എത്രത്തോളം പേർക്ക് ഡയബറ്റീസ് പേഷ്യന്റ് ആയി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കണക്കുകൾ കിട്ടാനായിട്ട്. അങ്ങനെയൊക്കെ കണക്കുകൾ കേട്ടിട്ടില്ലേ? ഇല്ലേ? പേപ്പറിലാണെങ്കിൽ ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കില്ലേ? കേരളത്തിൽ ഒരുപാട് ഡയബറ്റീസ് പേഷ്യൻസ് ഈ കാലഘട്ടത്തിൽ. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു സൂചനകളാണ്, മെഷർമെന്റ് കാര്യങ്ങളിലാണ് ഇതിൽ എടുത്ത് പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ population which researchers use as a supporting evidence for explaining the health of a population. അതായത് പോപ്പുലേഷൻ, ജനസംഖ്യയെ ബേസ് ചെയ്തിട്ട് അവരെ മൊത്തത്തിൽ നോക്കി എന്തെങ്കിലും ഗവേഷണങ്ങളൊക്കെ നടത്തി എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, എന്തെങ്കിലും ഈ ഒരു സൂചനകളെ കണ്ടെത്തുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷനെയാണ് മോസ്റ്റ്ലി ബേസ് ചെയ്യുന്നത്, ജനസംഖ്യ മൊത്തത്തിലാണ്. ഈ കേസ് നമുക്കറിയാം, ജനസംഖ്യ മൊത്തത്തിൽ ഒരു സ്പെസിഫിക് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ നമുക്കറിയാം, കുട്ടികളുടെ മരണനിരക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബേസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ആരോഗ്യത്തിന് അത് പ്രതിഫലനം കാണിക്കാനായിട്ടാണ് ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള മെഷർമെന്റ് വരുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൂചനയാണ് തരുന്നത്. അത് ബേസ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്മുടെ പോപ്പുലേഷനെയാണ്. അതിലൂടെ പോപ്പുലേഷനെ റിസർച്ച് ചെയ്തിട്ടാണ് പൊതുവെ നമുക്ക് ഈ സ്ഥിതിവിവര കണക്കുകൾ ലഭ്യമാക്കുന്നത്. Normally, researchers will use a survey methodology to collect information about a population sample, use the statistics to generalize the information gathered to the total population, and then use the statistical analysis to make a statement about the health of the population. അതായത് ഇതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ റിസർച്ചേഴ്സ് സാധാരണയായിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സർവേ മെത്തഡോളജി. അത് ഇമ്പോർട്ടന്റ് ആണ്. അവര് സാധാരണയായിട്ട് നോർമലി യൂസ് ചെയ്യുന്ന ഏത് മെത്തഡോളജിയാണ്? സർവേ മെത്തേഡ് സർവേ നടത്തിയിട്ടൊക്കെയാണ് സർവേ മെത്തേഡ്. ഓക്കെ, അപ്പൊ സർവേ മെത്തേഡ് നടത്തിയിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് എല്ലാവരെയും നോക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു കോവിഡ് ചെക്ക് ചെയ്യാനായിട്ട് അതിന് ലക്ഷണങ്ങൾ കാണുന്നവര് വന്ന് ചെക്ക് ചെയ്യും അപ്പൊ ഇത്രയും പേഷ്യന്റിന് ചെക്ക് ചെയ്തിട്ട് ഇത്രയും പേർക്ക് പോസിറ്റീവായി, അങ്ങനെയല്ലേ സ്ഥിരീകരിക്കാറ്? ആണോ? 100 പേരെ ടെസ്റ്റ് ചെയ്തിട്ട് 10 പേരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തു, അങ്ങനെയല്ലേ സ്ഥിരീകരിക്കാറ്? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കറിയാം, അവര് കുറച്ച് സർവേ നടത്തിയിട്ട് കുറച്ച് പേരെ കളക്ട് ചെയ്തിട്ടാണ് അതിലാണ് സ്ഥിരീകരണം വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് എ സർവേ മെത്തഡോളജി ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. നമുക്കറിയാം, ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ് സർവേ നടത്തുന്നത് അപ്പൊ ഇന്ന ഭാഗത്ത് കുറച്ച് പേരെ പരിശോധിച്ചപ്പോൾ ഇത്രയും പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തു, ഇന്ന ഏരിയയിൽ പരിശോധിച്ചപ്പോൾ ഇത്രയും റിപ്പോർട്ട് ചെയ്തു, കുട്ടികളുടെ ഇടയിൽ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടി അപ്പൊ അങ്ങനെ ഒരു ഭാഗങ്ങള് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് അങ്ങനെ ഒരു സാമ്പിള് സെലക്ട് ചെയ്തിട്ടാണ് അവിടെ സർവേ മെത്തഡോളജി അപ്ലൈ ചെയ്യുന്നത്. യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫോർമേഷൻ ഗാതേർഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. നമുക്കറിയാം, ആ ഭാഗത്തെ പോപ്പുലേഷനെ മൊത്തത്തിലെയാണ് ഈ റിസൾട്ട് പ്രതിഫലിപ്പിക്കുന്നത് and then the use the statistical analysis to make a statement about the health of the population. തീർച്ചയായിട്ടും നമുക്ക് സ്ഥിതിവിവര കണക്കുകളാണ് ഇതിൽ നിന്ന് ഉണ്ടാക്കി ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് മൊത്തത്തിൽ ജനസംഖ്യയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. ജനസംഖ്യയെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് സർവേ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് സാമ്പിൾ കളക്ട് ചെയ്തിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അവിടെ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആണോ? നമുക്ക് നെക്സ്റ്റ് സെന്റൻസിൽ നോക്കാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്സ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി ഓർ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. ഓക്കെ, നമ്മളൊക്കെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സൂചനകളിൽ നിന്ന് കുറച്ച് പോളിസികൾ, നയങ്ങളൊക്കെ രൂപീകരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നയങ്ങൾ രൂപീകരിക്കുന്നത്? പോപ്പുലേഷന്റെ, ജനസംഖ്യയുടെ ആരോഗ്യ സംരക്ഷണത്തിന്, അതിനെ വളർത്തി ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില നയങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. നമുക്കറിയാം, ചിലയിടത്ത് ചില രോഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴെന്താണ് അവിടെ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇന്ന ഏരിയയിൽ ഇന്ന രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് കുട്ടികളായവരെ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറച്ചും കൂടി അങ്ങനത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരും കൊണ്ടുവരാറല്ലേ? ഉണ്ടോ?
നമ്മളിപ്പോ എവിടെയെങ്കിലും ഓക്കെ, അതിപ്പോ ഏത് രോഗമാണെങ്കിലും അല്ലെ, ചില ഭാഗത്ത് രോഗം ബാധിക്കുമ്പോൾ അവിടെയുള്ളവരുടെ കുറെ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്ത് അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാ, അവിടുത്തെ പോപ്പുലേഷനെ അല്ലെ, അവിടുത്തെ പോപ്പുലേഷന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്സ് to guide a healthcare policy or to make goals for improving population health. The next characteristics ആണ് അവിടെ എടുത്ത് പറയുന്നത് ഏത് മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഗവൺമെന്റിന്റെ ഒരു ഗൈഡൻസ് ആയിട്ട് ഈ പോളിസികളൊക്കെ രൂപീകരിക്കാനായിട്ട് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് സാധിക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത് കാണാറുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. A health indicator which will be used internationally to explain global health must have the following characteristics. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനത്തെ ഒരു സൂചനകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ആ ഒരു പ്രദേശത്തേക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ, ഗ്ലോബലി നമ്മുടെ ഇന്റർനാഷണലി, അതായത് ലോകത്തിന് മുഴുവൻ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊണ്ടുവരിക. കാരണം നമുക്കറിയാം, നമ്മള് അല്ലെ ആഗോളതലത്തിലുള്ള അംഗീകാരം കിട്ടുന്ന ഇതാണെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് അല്ലെ. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അംഗീകാരം കിട്ടുന്നതാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അവിടെയും കൂടി അത് നോക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അത് അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ രൂപം കൊള്ളുവാൻ വേണ്ടിയിട്ട്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂണിഫോമിറ്റി ഇന്റർനാഷണലി. അതായത് പൊതുവെ അല്ലെ ആ ഒരു ഇതെന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഇന്റർനാഷണലി നമ്മുടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് SAP must be explained in such a way that it can be gauged. Gauged എന്ന് വെച്ച് കഴിഞ്ഞാൽ അളക്കുക അല്ലെ. അളക്കുക എന്നുള്ളത് എങ്ങനെ അളക്കണം എന്ന് പറയുന്നത് യൂണിഫോമലി ആയിരിക്കും അതല്ലേ, എല്ലാവർക്കും കൂടി ഒരുപോലെ അളക്കാൻ പറ്റുന്നത്, ഗ്ലോബലി അല്ലെ ആഗോളതലത്തിൽ ഒരുപോലെ അളക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് സൂചനകളാണ് കൊണ്ടുവരേണ്ടത്. Then it must have a statistical validity. നമുക്കറിയാം, ഒരു സ്ഥിരീകരണം അല്ലെ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കണം. അല്ലാതെ നിശ്ചിത നമ്മൾ ഒരു എപ്പോഴും എന്താണ് ഇത്ര പേരെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ സ്ഥിരീകരിച്ചു എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഒരു സ്ഥിരീകരണ തോതുണ്ട് അല്ലെ, അത്രയും പേര് എന്നുള്ള ഒരു തോത് അവിടെ കാണിക്കാനായിട്ട് പറ്റിയിരിക്കണം. Then എന്താണ്, the indicator must be data which can practically be collected in a reasonable amount of time. നമ്മളിപ്പോ എന്താ പറഞ്ഞ ഒരുപാട് നാളുകൊണ്ടൊന്നല്ല ഇത് ചെയ്യേണ്ടത് അല്ലെ, ഒരു നിശ്ചിത സമയം കൂടി എടുത്തിട്ടാണ്. ഇന്ന് ടെസ്റ്റ് ചെയ്തവര് ഇന്ന് റിപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊക്കെയാണ് സ്ഥിരീകരണം വരുന്നത് അല്ലെ. അങ്ങനെയല്ലേ വരാറ്. നിങ്ങൾ കോവിഡിന്റെ ടൈമിലേക്ക് ചില കാര്യങ്ങൾ ഓർത്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ ആണോ? വെറുതെ ഇരിക്കുകയാണ് എല്ലാവരും, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമല്ലേ? അതെ, ഓക്കെ. അപ്പൊ അത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് പഠിക്കുക, അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. The indicator must be data which can practically be collected in a reasonable amount of time. ഒരു സമയം കൂടി വെച്ചിട്ടായിരിക്കണം ഈ രീതിയിലൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Analysis of the data must result in a recommendation on which people can make a change to improve health. ഇങ്ങനെയുള്ള സ്റ്റഡി നമ്മൾ നടത്തുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ, ഹെൽത്തിനെ ഇച്ചിരി കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്, നമ്മുടെ ആരോഗ്യത്തിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശുപാർശയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ. അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ആരും റിസൾട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ അവിടെ പിന്നെ അത്രയും പ്രശ്നമില്ലാത്ത ഏരിയ അല്ലെ. അതേസമയം മറ്റു സ്ഥലങ്ങളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു പ്രശ്നമുള്ള ഏരിയയാണ്, ഗവൺമെന്റ് ഇടപെടേണ്ട ഏരിയയാണ്. അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഇത്തിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെ. അവിടെ നമുക്കറിയാം പല കാര്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടു. എപ്പോഴും എന്താണ്, എല്ലായിടത്തും അംഗീകരിക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊണ്ടുവരേണ്ടത്. എന്താണ്, അതിനൊരു സ്ഥിരീകരണം, ഒരു വാലിഡിറ്റി ഉണ്ടാവണം. എന്താണ്, എപ്പോഴും ഒരു നിശ്ചിത സമയത്തിനുള്ളിലൊക്കെയാണ് അത് കളക്ട് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്, അവിടുത്തെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. ഓക്കെ, ആ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയേക്കാം. ഏതെങ്കിലൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം കേട്ടോ.
Third, the indicator must be data which can practically be collected in a reasonable amount of time. അതായത് നമ്മളിപ്പോ പ്രാക്ടിക്കലി നമ്മളല്ലേ ഇൻഡിക്കേറ്റേഴ്സ് മസ്റ്റ് ബി ഡാറ്റ അല്ലെ, നമുക്കറിയാം അതൊരു നല്ല ഒരു വസ്തുതകളാണ് അല്ലെ, ഒരു സ്ഥിരീകരിക്കാൻ പറ്റുന്ന വസ്തുതകളാണ്. പക്ഷെ അത് എപ്പോഴും എന്താണ്, നേരത്തെ കൂട്ടി കളക്ട് ചെയ്യുന്ന ഓരോ ഡാറ്റകളൊന്നും ആയിരിക്കരുത്. സ്ഥിരീകരിക്കണമെങ്കിൽ നിശ്ചിത സമയം കൂടി അതില് നമ്മളിപ്പോ എന്താണ് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇന്ന് റിപ്പോർട്ട് ചെയ്തത് അല്ലെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്ഥിതി വിവരണ കണക്ക്, ആ വർഷത്തിൽ ഇത്ര മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ, അവിടെ ഒരു ഇയർ, അവിടെ ഒരു ടൈം ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെയാണോ? അതുകൊണ്ടാണ് റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം എന്ന് എടുത്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് ടൈമിനും പ്രാധാന്യം കൊടുക്കണം. ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡാറ്റ വിച്ച് ക്യാൻ പ്രാക്ടിക്കലി ബി കളക്റ്റഡ് ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ഓക്കെ, നമുക്കിപ്പോ നിപ വൈറസ് വരുന്ന സമയങ്ങള് അല്ലെങ്കിൽ ആ ടൈമുകളൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ചില ഫോളോവേഴ്സ് അല്ലെ, നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ചില ഹോസ്പിറ്റലൊക്കെ നല്ല രീതിയിലൊക്കെ കുറെ അല്ലെ നടപടികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ആ ടൈമിൽ സ്ഥിരീകരിച്ചതൊക്കെ ചിലപ്പോ പിന്നീട് അല്ലെ, ഇങ്ങനെയൊക്കെ ഒരു അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും വീണ്ടും ചകഞ്ഞ് നോക്കുന്നത്. ഇപ്പൊ പഴയ കാലത്ത് ഇങ്ങനെയുള്ള അസുഖം വന്നപ്പോ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അത് ഭേദമായത്, എന്ത് അല്ലെ, അതായത് എന്താണ് അതിനെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇൻജക്ട് ചെയ്ത എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെ, ഇത്ര പേരെ സ്ഥിരീകരിച്ചിട്ട് ഇത്ര പേർക്ക് ഇങ്ങനെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ട് ഇത്ര പേര് മരണം അടഞ്ഞു എന്നൊക്കെയുള്ള കുറെ സൂചനകൾ അവിടെ സ്ഥിരീകരിച്ച് എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ ആണോ? കറക്റ്റ് ഒക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. The indicators used to measure health status. Okay. അപ്പൊ ഇതിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോറബിലിറ്റി ആൻഡ് ഡിസബിലിറ്റി, അതായത് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഈ സൂചനകൾ കണ്ടെത്തും. സാധാരണയായിട്ട് അല്ലെ എന്തെങ്കിലും സ്പെസിഫിക് ഏതെങ്കിലും രീതിയിലുള്ള മരണത്തിനെ സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ പറഞ്ഞിരുന്ന കോവിഡുമായി ബന്ധപ്പെട്ട് മരിച്ചവര് അല്ലെങ്കിൽ അല്ലെ പ്രസവ ശിശു സാധാരണ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്ന പ്രസവ നിരക്ക് അല്ലെ മരണനിരക്കൊക്കെ ചിലപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആദിവാസികൾ അല്ലെ അവരുടെ ഇടയിലുള്ള മരണത്തെ സ്ഥിരീകരിക്കാനൊക്കെ. ദെൻ മോറബിലിറ്റി ആൻഡ് ഡിസബിലിറ്റി. എന്താണ് മോറബിലിറ്റി എന്ന് പറയുന്നത്? രോഗാവസ്ഥകൾ അല്ലെ, ചില രോഗാവസ്ഥകൾ ചില ഭാഗങ്ങളിൽ ക്യാൻസറിന്റെ അസുഖം കൂടി വരുന്നു, ചില ഏരിയകളിൽ ഇന്ന അപകട മരണങ്ങൾ കൂടി വരുന്നു. അങ്ങനെ ഒരു പ്രത്യേക രോഗാവസ്ഥകൾ വരുന്നതിനെ സ്ഥിരീകരിക്കാൻ. ദെൻ ഡിസബിലിറ്റി, എന്തെങ്കിലും അല്ലെ അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ വൈകല്യമുള്ള എന്തെങ്കിലും മാറ്റേഴ്സുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്ഥിരീകരിക്കാനൊക്കെ ആയിട്ട് ഈ തരത്തിലുള്ള സൂചനകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. Then determinants of health, biological risk factors and health behavior. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ജൈവ ഘടകങ്ങളെ അല്ലെ നമ്മളിപ്പോ ഇൻഡോസൾഫാനൊക്കെ പോലെയുള്ള ഇതുകളൊക്കെ വന്നപ്പോ അല്ലെ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻഡസ്ട്രിയൊക്കെ അതിന്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബാധിച്ചിരുന്നുണ്ട് എങ്കിൽ കുറെ പേരൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തു, ഇത്രയധികം പേർക്ക് അസുഖങ്ങൾ ബാധിച്ചു ഇവിടെ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയാറില്ലേ, ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ അത്തരത്തിലുള്ള സ്ഥിതിവിവരണ കണക്കുകൾക്കൊക്കെ ഈ സൂചനകളൊക്കെ ബന്ധപ്പെട്ട് കാൽക്കുലേഷൻ നടത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹെൽത്ത് ബിഹേവിയർ, ചിലരുടെ പെരുമാറ്റ രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഹെൽത്ത് സിസ്റ്റം, സർജിക്കൽ പ്രൊസീജിയർ, മെഡിക്കേഷൻ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ്. അതായത് നമുക്കറിയാം ഇപ്പോ അല്ലെ സർജിക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ധാരാളം കൂടി വരുന്ന സാഹചര്യങ്ങൾ. ഇത്രയും പേര് ഇതിനൊക്കെ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇത്രയും ഏജിലുള്ള വ്യക്തികൾക്ക് ഇന്ന മെഡിസിന്റെ ആവശ്യകത വന്നിട്ടുണ്ട്. ഡയബറ്റീസ് പേഷ്യൻസ് കൂടുതലാണ്, കുട്ടികളിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള സൂചനകൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. നമുക്കറിയാം ആരോഗ്യവുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലത് മരണനിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ, ചിലത് എന്താണ് ഇത്തരത്തിലുള്ള മെഡിസിൻ ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ചിലത് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ബിഹേവിയർ നമ്മുടെ പെരുമാറ്റ രീതികളിലുള്ള മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ കുറച്ചും കൂടി അല്ലെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ
അല്ലെങ്കിൽ എന്താണ് മയക്കുമരുന്നിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട് എന്നത് ജസ്റ്റ് വായിച്ചു നോക്കാം. ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം. ഡെത്ത് റേറ്റ് എന്താണ്? മരണനിരക്ക്. അതുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മൾ കണ്ടായിരുന്നു. ഇൻഡിക്കേറ്റേഴ്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡെത്ത് റേറ്റ്. Meaning mortality rate or a death rate is a scale of a number of deaths in general or owing to a specific cause in a particular population measured to the size of that population per unit of time. അപ്പൊ നമ്മള് കണ്ടു അല്ലെ, ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് വിവിധ പേരുകളിൽ നമുക്ക് അറിയപ്പെടാം. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞതും ഈ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നതിന്റെ സമാനമായിട്ടുള്ള പേര് തന്നെയാണ്. ഓക്കെ, സാധാരണയായിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഇൻ ജനറൽ അല്ലെ, ഇൻ കേസ് ഒരു പ്രത്യേക കാരണം മൂലം കൊണ്ടോ, സാധാരണയായിട്ട് പൊതുവായിട്ട് മരിക്കുന്ന ഡെത്ത് റേറ്റ് ആവാം. ഓർ ഓവിങ് എ സ്പെസിഫിക് കോസ് അല്ലെ, പ്രത്യേക കാരണം മൂലം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു കോവിഡ് മൂലം അല്ലെ, നിപ വൈറസ് മൂലം അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് അസുഖം മൂലം മരണപ്പെടുന്നവരുടെ റേറ്റ് ഒക്കെ കൗണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ വർഷം ഇത്രത്തോളം ഏജ് ഓവർ ആയിട്ടുള്ള വ്യക്തികൾ മരിച്ചു, അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു, അങ്ങനെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും മേഖലയുടെ രീതിയിലും എന്താണ് ഇത്തരത്തിലുള്ള ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കണ്ടെത്താവുന്നതാണ്. then അവിടെ പ്രധാനമായിട്ടും പറയാണ് ഇൻ എ പെർട്ടിക്കുലർ പോപ്പുലേഷൻ മെഷേർഡ് ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ പെർ യൂണിറ്റ് ഓഫ് ടൈം. അവിടെ നമ്മൾ ഒരു സമയത്തിന് വില കൽപ്പിക്കുന്നുണ്ട് അല്ലെ, നിശ്ചിത കാലയളവുണ്ട്, ഇന്ന വർഷം അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ, അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും ഈ റേറ്റ് കണ്ടെത്തുന്നത്. അത് മാത്രമല്ല പെർട്ടിക്കുലർ പോപ്പുലേഷനും പ്രാധാന്യമുണ്ട് അല്ലെ, കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രായമായവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ രോഗം ബാധിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രത്യേക പോപ്പുലേഷനും കൂടിയും പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ ആ റേറ്റ് കണ്ടെത്തുന്നത്. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഡെത്ത് റേറ്റിന് തന്നെയാണ്. ഇങ്ങനെയുള്ള റേറ്റ് അല്ലെ, ഇങ്ങനെയുള്ള ഡെത്ത് റേറ്റ് കണ്ടെത്തുന്നത് ഒന്നല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മരണവുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും മരണക്രമം ഉണ്ടാവും. തീർച്ചയായിട്ടും അവിടെ എന്താണ് ഒരു നിശ്ചിത പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിശ്ചിത സമയത്തിനും പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് റേറ്റ് കണ്ടെത്തുന്നത്. ഓക്കെ, അത് ഇച്ചിരി ക്ലിയർ ആവാനായിട്ട് ഫോർമുലാസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അത് ക്യാച്ച് ചെയ്തോളും. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയൊക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The term mortality indicates the total deaths that happened, especially on a large scale, such as in population or geographical area. നമുക്കറിയാം, മൊത്തത്തിൽ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയില് അല്ലെ ഈ ഒരു ഭാഗത്തിനെ കേന്ദ്രീകരിച്ചിട്ട് സർവേ നടത്തിയിട്ടുള്ള ഒരു സ്ഥിതിവിവര കണക്ക് അല്ലെ, അങ്ങനെ ഉള്ള രീതിയിലൊക്കെ ഈ ഒരു മോർട്ടാലിറ്റി റേറ്റ് കണ്ടെത്താം. Then it is normally represented in the form of mortality rate. നമ്മൾ ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മരണനിരക്ക് എന്നുള്ള രീതിയിലാണ് ഇതിനെ വിളിക്കുന്നത്. Then as per the mortality rate definition, an index of the number of deaths each year or a specific time interval in a specific population is called mortality rate. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ ഡെഫിനിഷനിലും അത് തന്നെയാണ് പറയുന്നത്. എന്താണ് നമ്പർ ഓഫ് ഡെത്ത് അല്ലെ, ഏതെങ്കിലും ഒരു പ്രത്യേക വിവാഹക്കാരെ പ്രത്യേക സമയത്തിനുള്ളിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കണക്കാണ് എന്തിൽ വരുന്നത്? മോർട്ടാലിറ്റി റേറ്റില് വരുന്നത്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ എ പോപ്പുലേഷൻ യൂണിറ്റ്സ് ലൈക്ക് ഡെത്ത് പെർ 1000 പീപ്പിൾ അല്ലെ. നമ്മള് സാധാരണയായിട്ട് അതിന്റെ റേറ്റ് വരുമ്പോൾ കണ്ടെത്തിയ ആൻസർ വരുമ്പോൾ എന്താണ് പെർ 1000 അല്ലെ, ആ പീപ്പിളിലെ 1000 എന്ന് ഇത് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് അല്ലെ. 1000 എന്നുള്ള കണ്ടീഷനിൽ വരുന്നു. then എന്താണ് റീകോൾ പീരിയഡ് ഓർ സ്പെസിഫിക് ടൈം ഫ്രെയിം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എന്നുള്ള കാര്യത്തിലാണ് ഈ ഒരു 1000 ഇത്ര പേരെന്നുള്ള സ്ഥിതിവിവര കണക്ക് വരുന്നത്.
ഇനി നമുക്ക് ആ ഫോർമുല നോക്കാം. മിക്കപ്പോഴും ഫോർമുലാസ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ആ ഫോർമുല പഠിച്ചു വെച്ചേക്കാം. ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷർ, calculating mortality rate. The mortality rate formula used for the calculation according to the available statistics is. ഈ ഒരു സ്ഥിതിവിവര കണക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. Mortality rate is equal to number of deaths divided by total population into 1000 all divided by 365. അതായത് 365ന്റെ ഉള്ളിൽ അല്ലെ ആ ഒരു ടൈം പീരീഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1000 per 1000 എന്നുള്ള കണക്കാണ് അവിടെ വരുന്നത്. ആക്ച്വലി എത്ര പേര് ഡെത്ത് സംഭവിച്ചു അല്ലെ ഇത്ര ടോട്ടൽ പോപ്പുലേഷൻ. അതിപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കും. കാരണം നമുക്കറിയാം കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുക. അവരുടെ ഡെത്ത് കാര്യമായിരിക്കും. അല്ലെങ്കിൽ പ്രായമായവരുടെ ഇത്രയും ഏജിനുള്ളിലുള്ളവരുടെ ആണെങ്കിൽ അവരുടെ മാത്രം അല്ലെ, അല്ലെങ്കിൽ ഇത്രയും അസുഖം ബാധിച്ച അവരുടെ ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ അതില് ഇത്ര പേര് മരണം സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിലാണ് മോർട്ടാലിറ്റി റേറ്റ് കണ്ടെത്തുന്നത്. അവിടെ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഒന്ന് ആ ഒരു ടൈം അല്ലെ, ഡ്യൂറേഷൻ. ഇവിടെ 365 ആണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ 1000 per 1000 എന്നുള്ള ആ ഒരു ഇതും കൂടി അവിടെ മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഓൾ ഡിവൈഡഡ് ബൈ 360. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ആ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ 1-2 കാര്യങ്ങൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. അവിടെ ഡ്യൂറേഷൻ വേണോ, വേണ്ടി വരുമോ? ഡ്യൂറേഷൻ വേണോ? ഡ്യൂറേഷൻ കാലയളവ് മസ്റ്റ് ആണോ? വേണം. പിന്നെ എന്താണ് വേറെ എന്താണ് അതിലുള്ളത്? സ്ഥിതിവിവര വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അവിടെ പോപ്പുലേഷൻ ബേസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഒരു സ്പെസിഫിക് പോപ്പുലേഷനും അവിടെ മസ്റ്റ് ആയിട്ട് വേണം അല്ലെ. 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഡ്യൂറേഷൻ വേണം, സ്പെസിഫിക് ആയിട്ടുള്ള പോപ്പുലേഷനും അവിടെ വേണമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോർമുലയിലുള്ള ചേഞ്ചസ് ജസ്റ്റ് നോക്കാം. എന്താണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്? അവിടെ നമ്മൾ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിൽ ഉള്ള ഒരളവ് നോക്കിയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. ഇവിടെ നോക്കാം, 100 ആണ് ഇവിടെ ബേസിക്കലി കൊടുത്തിരിക്കുന്നത്. നോട്ട് ഓൾ ദ ഡെത്ത്സ് ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU. അതായത് നമ്മളിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എമർജൻസിയിൽ ICUയിൽ വന്ന വ്യക്തികളെ അടക്കമാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞവരെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത്. അവിടെ പക്ഷെ നമ്മളിപ്പോ ഇൻ കേസ് വാർഡിൽ കിടക്കുന്നവരെ, എമർജൻസിയിൽ കിടക്കുന്നവരെ എല്ലാവരും അതിൽ ഉൾപ്പെടേണ്ടതുണ്ട്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. ഇപ്പൊ നമുക്കറിയാം ഇൻ കേസ് വീട്ടിലേക്ക് ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി, പക്ഷെ എന്താണ് അവിടെ വന്ന പേഷ്യന്റ് ആയിരുന്നു, പക്ഷെ അദ്ദേഹം വീട്ടിൽ പോയപ്പോഴും അപ്പോഴേക്കും അദ്ദേഹം മരിച്ചു അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു വേരിയേഷൻ വരികയാണ് അല്ലെ. അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞവരെ ആണ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് അല്ലെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡിനോമിനേറ്ററിലായിട്ട് വരുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തും. അതായത് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് മടഞ്ഞവരെ കൂടി ഉൾപ്പെടുത്തും. അതായത് ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും സ്ഥിതിവിവര കണക്ക് വരുമ്പോൾ ഇവിടെ പരിശോധിച്ചവരിൽ എത്ര പേര് മരണമടഞ്ഞു നോക്കുമ്പോ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തവര്, ICUയിൽ കിടന്നവരൊക്കെ ഓക്കെയാണ്, അവരൊക്കെ മരിച്ചു. ഓക്കെ, അവരെ മരിച്ചവരെ മാത്രം കൺസിഡർ ചെയ്താൽ മാത്രം മതിയോ? ഇല്ല. അവിടെ നിന്ന് ചികിത്സിച്ചിട്ട് വീട്ടിൽ പോയിട്ട് മരിച്ചാലും എന്താണ് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ ബേസിൽ തന്നെയാണ് മരണം അടഞ്ഞിരിക്കുന്നത് അല്ലെ. ഇൻ കേസ് ചില എന്തെങ്കിലും എന്താണ് പകർന്നു പിടിക്കുന്ന അസുഖങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സർവേ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും അവിടുത്തെ മരുന്ന് എഫക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സർവേ നടത്തുമ്പോൾ
ഇൻ കേസ് അവിടെ മരണമടഞ്ഞവരെ മാത്രമല്ല ഇവിടുന്ന് അല്ലെ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് മരിച്ചവരെയും കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ് അല്ലെ. എങ്കിൽ മാത്രമാണ് ഓക്കെ അവിടെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ അവിടെ മരിച്ചവരുടെ എണ്ണം കുറച്ചാണ്, ഡിസ്ചാർജ് ചെയ്തു പോയവരുടെ എണ്ണത്തിലും കുറച്ച് മരണം സ്ഥിരീകരിക്കുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ എന്തെങ്കിലും അല്ലെ റൂൾസ് അവിടുത്തെ ഒരു ഫോളോ അപ്പ് എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇന്ന അസുഖം വന്നിട്ട് അല്ലെ രക്ഷപ്പെട്ടവരുടെ എണ്ണം കൂടുതലാണോ എന്ന് കണ്ടെത്താനൊക്കെ ആയിട്ട് ഒരു സർവേ നടത്താം ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? ഇല്ല കേട്ടോ, പ്രോബ്ലം സോൾവ് ചെയ്യാനൊന്നും ഇല്ല. പക്ഷെ നിങ്ങള് ഒന്ന് മൈൻഡിലേക്ക് ഇങ്ങനെയൊക്കെ ഒരു എന്താണ് ഇക്വേഷൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഈസിയാണ് ഇക്വേഷൻസ്, പ്രോബ്ലം ഒന്നും തരില്ല കേട്ടോ. പ്രോബ്ലം ഒന്നും ഇല്ല, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി ബാക്കി ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോവാം. എപ്പോഴും പൊതുവെ എന്താണ് ബേസിക്കലി ഫോർമുല മാത്രമേ ചോദിച്ച് കാണാറുള്ളൂ കേട്ടോ. എന്നാലും നിങ്ങൾ എല്ലാ ഫോർമുലയും ജസ്റ്റ് ഓർത്ത് വെച്ചേരെ, കാരണം ഈസിയാണ്. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ 100 ആവുന്നതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റേതിലേക്ക് 1000 അല്ലെ 1000 ആണ്. അവിടെ അത്രയും വേരിയേഷൻ ഒക്കെ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടോ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഹാപ്പൻ ഇൻ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ഇവിടെ ഞാൻ ആ പീരിയഡില് എന്താണ് ഡിസ്ചാർജ് ചെയ്ത പേഴ്സണും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. ഓക്കെ, ഞാൻ എന്താണ് അതിന്റെ ഇൻറ്റു 100 ആണ് അവിടെ വരുന്ന ഫോർമുലയിൽ വരുന്നത്. Then not all deaths that included deaths in emergency and ICU must be counted. In denominator, all type of discharges must be taken into account. അവിടെ എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജും അവിടെ നോട്ട് ചെയ്യണമെന്നു. അതായത് ഇത്ര പേര് ഈ രോഗവുമായിട്ട് അഡ്മിഷന് വന്നിട്ട് ഇത്ര പേര് മരണം അടഞ്ഞു എന്നുള്ളതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇത്തരത്തിലുള്ള ഫോർമുലാസ് രൂപീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് വരുന്നുണ്ട്. അതിലെന്താ വരുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഓക്കേർഡ് ആഫ്റ്റർ 48 hours. അവിടെ ഒരു ടൈം ഡ്യൂറേഷൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അവിടെ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് എന്നാ പറയണമെങ്കിൽ ഇവിടെ എന്താണ് 48 hours പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റില് ആഫ്റ്റർ 48 hours ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ദാറ്റ് ഓക്കേർഡ് ആഫ്റ്റർ 48 hours of admission of a patient divided by total number of deaths and discharge during that period into 100. അവിടെ എന്താണ് നെറ്റ് മോർട്ടാലിറ്റി വരുമ്പോഴും 48 hours പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫോർമുലയിൽ ഒരു ചേഞ്ചസ് വരുത്തുക, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് ഡെത്ത് ഓക്കറിംഗ് വിത്തിൻ 48 hours ഡിസ്ചാർജ് മസ്റ്റ് ഓൾസോ ബി റെക്കോർഡഡ് ഇൻ ന്യൂമറേറ്റർ. നമ്മുടെ ന്യൂമറേറ്ററിൽ എന്താണ് സാധാരണയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡിസ്ചാർജ് പേഴ്സണെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എന്താണ് ICU. ICUയിൽ എന്താണ് ICUയിലെ സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ. നമ്മള് ഈ ഫോർമുലാസ് ഒക്കെ ഒന്ന് ജസ്റ്റ് പോയാൽ മതി. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഫോർമുലയാണ് മോസ്റ്റ്ലി നമ്മൾ കണ്ട് വന്നിട്ടുള്ളൂ. ICUയിൽ വരുമ്പോൾ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ICU പേഷ്യന്റ് ഇൻ പീരിയഡ് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ് അല്ലെ. ആ പീരിയഡ് ഇന്നെ ആ പീരിയഡിന്റെ ഡിവൈഡഡ് ബൈ ഉണ്ട് ഇവിടെ കാണിച്ചിട്ടില്ല നോക്കാം. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോ ഉണ്ടായി കാണും കേട്ടോ, അത് കാണിച്ചിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. Then on similar lines, condition specific or a specialty specific death rate can be also calculated, like maternity mortality rate etc. അതായത് പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ മരിച്ചു പോകുന്ന വ്യക്തികളൊക്കെ അല്ലെ, അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഈ ഹോസ്പിറ്റലിൽ അല്ലെ ജനിച്ച ഉടനെ തന്നെ പ്രസവത്തോടനുബന്ധിച്ച് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥിതിവിവര കണക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു അല്ലെ സൂചന ഈ ഒരു റേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് ആ ലാസ്റ്റ് പോയിന്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം.
ക്ലിയർ ആയോ? ഇക്വേഷൻ കേട്ടിട്ട് ഒന്നുകൂടി പറയാ. ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി എടുത്ത് പോയാലോ? അടുത്തൊരു സെക്ഷൻ പ്രിവാലൻസും ഇൻസിഡൻസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ വരാം. ഈ ഒരു റേറ്റ് ഓക്കെ നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ശിശുക്കളുടെ മരണനിരക്ക് അറിയാൻ അല്ലെ, അതാണ് ആ ഒരു റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ, കൺട്രി, സ്റ്റേറ്റ്, കൺട്രി എക്സെട്ര. അതായത് നമ്മളിപ്പോ ഒരു ചെറിയ ഏരിയയിൽ ജനിക്കുന്ന കുട്ടികള് ജനിക്കുമ്പോ തന്നെ മരണമടയുന്നു, അല്ലെങ്കിൽ ഇന്ന കൺട്രിയിൽ ശിശു മരണ നിരക്ക് കൂടുതലാണ്, അങ്ങനെ അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റില് അല്ലെ ശിശുക്കളുടെ മരണനിരക്കൊക്കെ കൂടുതലാണെന്നൊക്കെ നമ്മൾ സ്ഥിതിവിവരങ്ങൾ കേൾക്കാറുണ്ട് അല്ലെ, നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ്. അതിന്റെ ഫോർമുലാസ് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എന്താണ്? ഡൈയിങ് അണ്ടർ 1 year of age divided by the number of resident live births for the same geographical area. ആ ഒരു അല്ലെ ഒരു നിശ്ചിത ഏരിയകളെയും ബേസ് ചെയ്തിട്ട് അവിടെയുള്ള കുട്ടികളുടെ മരണനിരക്കിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസ്ക്രൈബ്ഡ് ടൈം, നോർമലി എ കലണ്ടർ ഇയർ. പൊതുവെ ഒരു വർഷത്തിനുള്ളിൽ മരിച്ച വ്യക്തികളുടെ ഒരു രീതിയിലാണ് സ്ഥിതിവിവര കണക്കുകൾ വരാറ്. അതിന്റെ മൾട്ടിപ്ലൈഡ് ബൈ 1000. തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ കറന്റ് മാതിരി അല്ലെ മോർട്ടാലിറ്റി റേറ്റിൽ പറഞ്ഞ മാതിരി പെർ 1000 അവര് കാണിക്കുന്നത്. നമുക്ക് കാൽക്കുലേഷൻ നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡിവൈഡഡ് ബൈ ഡെത്ത്സ് നമ്പർ ഓഫ് റെസിഡന്റ് ലിവ് ബർത്ത് ഇൻറ്റു 1000. അതായത് ഇവിടെ എന്താണ് നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് അല്ലെ നിലവിലുള്ള കുട്ടികളുടെ എണ്ണം, അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ ഡെത്ത്സ് നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്, ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയ കുട്ടികളുടെ മരിച്ച കുട്ടികളുടെ എണ്ണമാണ് ഡിവൈഡ് ബൈ വരുന്നത്. എന്താണ് ഇൻറ്റു 1000. എക്സാമ്പിൾ 1300 infant deaths in 2008 among state residents. 1,50,000 live births in 2008 to state residents. പിന്നെ എന്താണ് 1300 അതിൽ നോക്കാം. ഒരു 1300 ഇൻഫന്റ് ആണ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. 1,50,000 കുട്ടികളെ ജനിച്ചപ്പോൾ അതിന് 1300 കുട്ടികൾ മരണമടഞ്ഞു ഇൻറ്റു 1000. അപ്പൊ നമുക്കറിയാം എന്താണ് 8.7 ഇൻഫന്റ് ഡെത്ത് ആണ് വന്നിരിക്കുന്നത്. ഏത് ഇയറിലാണ്? 2008 ആ ഒരു കോൺസെൻട്രേറ്റ് അല്ലെ, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ സ്ഥിരീകരിച്ചത്. ഓക്കെ, അങ്ങനെ കുട്ടികളുടെ മരണനിരക്ക് അറിയുന്ന ഒരു റേറ്റ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് മരിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡ് ബൈ ഓൾമോസ്റ്റ് ആ ഒരു പോപ്പുലേഷൻ ജനിച്ചത് ആ ഇയറിൽ എത്രത്തോളം പേര് ജനിച്ചു. ജസ്റ്റ് അത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. ഒരു വർഷത്തില് മരിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡ് ബൈ ആ വർഷം ജനിച്ച കുട്ടികളുടെ എണ്ണം ഇൻറ്റു എന്താണ് 1000. അത് ഏത് ഇയർ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം, ഏത് വർഷത്തെ സ്ഥിതിവിവര കണക്കാണ്. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ? ആ വർഷം ഇത്രയും പേര് മരണമടഞ്ഞു അല്ലെ. അപ്പൊ 1000 അങ്ങനെ ഒരു സ്ഥിതിവിവര കണക്ക് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? In hospital infant mortality rate, total number of infant deaths at hospital in a period. ആ പീരീഡില് മരിച്ച കുട്ടികൾ അല്ലെ, ആ ഹോസ്പിറ്റലിൽ മരിച്ച കുട്ടികൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. അതായത് നമുക്കറിയാം മരിച്ച കുട്ടികൾ മാത്രമല്ല ഡിസ്ചാർജ് ചെയ്ത് പോയേക്കുന്നത് അല്ലെ, ജനിച്ച കുട്ടികൾ എല്ലാവരിലും കുറച്ച് പേരെ മരിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ മരിച്ചവരുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ അവിടെ ജനിച്ചതും അതേമാതിരി തന്നെ മരിക്കാൻ കാരണമായ കുട്ടികളുടെ എണ്ണവും എല്ലാം മൊത്തത്തിലെയാണ് നമ്മൾ ഡിവൈഡ് ബൈ വരുന്നത് ഇൻറ്റു 100. ഹോസ്പിറ്റൽ ആകുമ്പോൾ നമുക്കറിയാം എപ്പോഴും 100 ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത്സ് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. അവിടെ ഡിസ്ചാർജ് ചെയ്ത പേഴ്സൺസും കുട്ടികളും ഒപ്പം തന്നെ ഡെത്ത് ആയ കുട്ടികളെ ഒന്നിച്ചാണ് ഡിനോമിനേറ്റർ ആയിട്ട് സൂചിപ്പിക്കുന്നത് ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ആ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഇൻഫന്റ് എന്നുള്ളത് നമുക്കറിയാം ശിശു മരണ നിരക്കാണ് അല്ലെ, ശിശുക്കളുടെ മരണനിരക്കാണ് അവിടെ സ്ഥിരീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്നും പഠിപ്പിച്ചതിൽ
ഫോർമുലാസ് ജസ്റ്റ് നോക്കാം. പിന്നെ അവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പോപ്പുലേഷനും ടൈമും ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 2 ക്ലാസ് കൊണ്ട് എടുത്ത് തീർക്കാൻ പറ്റുമായിരിക്കും അല്ലെ? ബാലൻസും ഇൻസിഡൻസും പിന്നെ കുറച്ച് ചലഞ്ചസും ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ എടുത്തത് ഇന്നത്തെ ക്ലാസ്? നിങ്ങള് എല്ലാം കൂടി ഒന്നിച്ച് വെക്കാൻ നിൽക്കണ്ട കേട്ടോ. എല്ലാം കൂടി പരീക്ഷയ്ക്കാവുമ്പോ പഠിക്കാനായിട്ട് നിൽക്കാതെ കുറച്ചൊക്കെ വായിച്ചു പോവുക. ഇപ്പൊ എടുക്കുന്നതൊക്കെയാണ് ജസ്റ്റ് വായിച്ചു പോവുക. എക്സാം ടൈമിൽ നിങ്ങൾക്ക് അത്രയും ബർഡൻ ആവുന്നില്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.